ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. നവംബർ മാസത്തെ അവസാനത്തെ IPOയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇതുവരെ 10 IPOകളാണ് നമുക്ക് ഈ നവംബർ മാസത്തിലുണ്ടായത്. ഇത് 10ാമത്തെ ഇനീഷ്യൽ പബ്ലിക് ഓഫറാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യൂണിപാർട്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയാണിത്. 2014ലും 2018ലും IPOയുമായി ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിലേക്ക് എത്താൻ തയ്യാറായ കമ്പനിയാണ്. എന്നാൽ അപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ മോശമാണ് എന്നതുകൊണ്ട് തന്നെ കമ്പനി അത് മാറ്റിവെക്കുകയും അത് അവർക്ക് വാസ്തവത്തിൽ ഒരു ഭാഗ്യമായി തീരുകയും ചെയ്തു. കാരണം പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം നിരന്തരമായിട്ട് കമ്പനിയുടെ സാമ്പത്തിക സൈഡ് വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് വരികയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഫിനാൻഷ്യൽ സൈഡ് വളരെ ബെറ്ററാണ്. നല്ലൊരു അവസരമാണ് ഇത് എന്ന് കണ്ട് ഏപ്രിൽ മാസത്തിൽ 2022 അവർ വീണ്ടും പ്രോസ്പെക്ടസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോഴിതാ നവംബർ 30 മുതൽ ഡിസംബർ 2 വരെ ഇതിൻ്റെ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നു. യൂണിപാർട്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഓഫ് ഹൈവേ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതായത് റോഡിലൂടെ അല്ലാതെ ഹൈവേയിലൂടെ അല്ലാതെ പോകുന്ന വാഹനങ്ങൾ, അതായത് നമുക്കറിയാം നമ്മൾ സാധാരണ JCB എന്നൊക്കെ വിളിക്കുന്ന പ്രൊക്ലൈൻ എന്നൊക്കെ വിളിക്കുന്ന വാഹനങ്ങളുണ്ടല്ലോ, ട്രാക്ടറുകൾ, ഇങ്ങനെയൊക്കെയുള്ള കൂറ്റൻ വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങൾ, അതായത് ഹൈഡ്രോളിക് ഭാഗങ്ങളും അതിൻ്റെ കൺട്രോളിംഗ് യൂണിറ്റുകളും എല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് യൂണിപാർട്സ് ഇന്ത്യ ലിമിറ്റഡ്. നമുക്ക് ഈ കമ്പനി 835 കോടി രൂപയാണ് വിപണിയിൽ നിന്ന് സമാഹരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമൊന്ന് മനസ്സിലാക്കണം. അതിൽ തന്നെ മുഴുവനായിട്ട് 835.61 കോടി രൂപ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 1.44 ലക്ഷം കോടി ഇക്വിറ്റി ഷെയറുകളാണ് കമ്പനി മാർക്കറ്റിലേക്ക് ഇപ്പോൾ വിറ്റഴിക്കുന്നത്. അത് പൂർണ്ണമായും ഓഫർ ഫോർ സെയിലാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് കമ്പനിയിലേക്ക് ഒരു പൈസ പോലും ലഭിക്കുന്നില്ല. കമ്പനിയുടെ ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സിൽ ചിലർ പൂർണ്ണമായിട്ടും ഓഹരികൾ വിറ്റഴിച്ച് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു എന്ന് മാത്രവുമല്ല, ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സും അവരുടെ കൈവശമുള്ള കുറച്ച് ഓഹരികൾ വിറ്റഴിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്തായാലും നമുക്ക് ഈ കമ്പനിയിൽ ഭാഗഭാക്കാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം അതുവഴി തുറന്നു കിട്ടുകയും ചെയ്യണം. എന്തായാലും നമുക്ക് ഈ കമ്പനിയെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കാം. IPOയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. യൂണിപാർട്സ് ഇന്ത്യ ലിമിറ്റഡ് ഈ കമ്പനി അഗ്രികൾച്ചറൽ, കൺസ്ട്രക്ഷൻ, ഫോറസ്ട്രി, മൈനിങ് തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വലിയ യന്ത്രങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങൾ, ഈ ചിത്രത്തിലൊക്കെ കാണുന്ന വാഹനങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ എല്ലാം കോമ്പോണൻസും സിസ്റ്റംസും എല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് 25ഓളം രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ടെന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല വിൽപ്പനാനന്തര സേവനം വളരെ കൃത്യമായിട്ട്, അതും അവരുടെ വലിയൊരു വരുമാനമാണ്. വളരെയധികം മികച്ച വിൽപ്പനാനന്തര സേവനവും നൽകുന്ന ഒരു കമ്പനിയാണ് ഈ യൂണിപാർട്സ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളത്. ഇത് ഡൽഹിയിലെ വസന്ത് കുഞ്ചിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ്. ഇനി നമുക്ക് യൂണിപാർട്സിൻ്റെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ നോക്കാം. ഓട്ടോമൊബൈൽ ലാംഗ്വേജ് ആണ് എങ്കിലും 3 പോയിന്റ് ലിങ്കേജ് സിസ്റ്റംസ്, 3PL എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര് പറയുന്നത്. പ്രിസിഷൻ മെഷീൻഡ് പാർട്സ് as well as adjacent product verticals of power take-off, PTO എന്നാണ് അതിൻ്റെ ചുരുക്കമായിട്ട് പറയുന്നത്. ഫാബ്രിക്കേഷൻസ് ആൻഡ് ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് ഓർ കോമ്പോണൻസ്, ഇതാണ് ഇവരുടെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ. സമഗ്രമായിട്ടുള്ള എൻജിനീയറിംഗ് സൊല്യൂഷൻസ് ആണ് ഈ പ്രോഡക്റ്റുകളുടെ രൂപകൽപ്പന നിർമ്മാണത്തിന് വേണ്ടി വരുന്നത്. അതായത് ഇവരുടെ തന്നെ ഇൻഹൗസ്, അതായത് അവരുടെ തന്നെ നിർമ്മാണശാലയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഫോർജിങ്, മെഷീനിങ്, ഫാബ്രിക്കേഷൻ, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, സർഫേസിങ് ഫിനിഷ്, പിന്നെ ലോജിസ്റ്റിക്, ക്വാളിറ്റി ആൻഡ് ടെസ്റ്റിംഗ്, പിന്നെ അതോടൊപ്പം തന്നെ ഡിസൈൻ ആൻഡ് വാലിഡേഷൻ, ഇതെല്ലാം തന്നെ നടക്കുന്നത് അവരുടെ ഇൻഹൗസ് ആയിട്ട് തന്നെയാണ്. യൂണിപാർട്സ് ഇന്ത്യയുടെ വിൽപ്പനയും വിൽപ്പനാനന്തര സേവനവും 25ഓളം രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ മറ്റേ ഏഷ്യൻ രാജ്യങ്ങൾ വരുന്നുണ്ട്, പിന്നെ തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും വരുന്നു, ഓസ്ട്രേലിയ ഇതിൽ ഉൾപ്പെടുന്നു. ഇവിടെ എല്ലാം അവരുടെ ഫുട് പ്രിൻറ്റ്സ് പതിഞ്ഞിട്ടുണ്ട്.
5 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് ഇന്ത്യയിൽ ഈ കമ്പനിക്കുള്ളത്. അതിൽ 2 ലുധിയാനയിലാണ്, പഞ്ചാബിൽ, പിന്നെ വിശാഖപട്ടണത്തിൽ, ആന്ധ്രയിൽ. അതുകൂടാതെ 2 യൂണിറ്റുകൾ നോയിഡയിലാണ്, ഉത്തർപ്രദേശിൽ. അമേരിക്കൻ വൻകരയിലെ കസ്റ്റമേഴ്സിൻ്റെ സൗകര്യാർത്ഥം അവർ എൽറിജ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു സ്ഥലത്ത് മാനുഫാക്ചറിങ് യൂണിറ്റും വെയർഹൗസും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റും തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, 2005 ഓൾസൺ എഞ്ചിനീയറിംഗ് LLC എന്നുള്ളൊരു കമ്പനി അവർ ഏറ്റെടുത്തു. ഇപ്പോൾ ആ കമ്പനിയുടെ പേര് യൂണിപാർട്സ് ഓൾസൺ LLC എന്നാണ്. പിന്നെ ജോർജിയയിലെ അഗസ്റ്റ എന്ന് പറയുന്ന സ്ഥലത്തും ഇതുപോലെ ഒരു വെയർഹൗസും ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ യൂറോപ്പിലെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ജർമ്മനിയിലെ ഹനീഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വെയർഹൗസിംഗ് ഫെസിലിറ്റിയും ഡിസ്ട്രിബ്യൂഷൻ സംവിധാനവും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് കമ്പനി. ഇഷ്യൂ പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടലായിട്ട് 1.44 crores ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് വിറ്റഴിക്കപ്പെടുന്നത്, ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സും പ്രൊമോട്ടേഴ്സും കൂടി ചേർന്ന്. അതിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ തുടക്കകാലം മുതൽ ഇതിന് ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ഇൻവെസ്റ്റേഴ്സ്, അതായത് അശോക ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിങ്സ് എന്നുള്ള ഒരു കമ്പനിയും പിന്നെ മൗറീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ള അംബാദേവി മൗറീഷ്യസ് ഹോൾഡിംഗ് എന്നുള്ള ഈ 2 കമ്പനികളും പൂർണ്ണമായിട്ടും അവരുടെ കൈവശമുള്ള ഓഹരികൾ, അതായത് 93 ലക്ഷം ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറുകയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ പ്രൊമോട്ടേഴ്സാണ്. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട 2 പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഗുർദീപ് സോണിയും പിന്നെ പരംജിത് സിംഗ് സോണിയുമാണ്. അതിൽ പ്രധാനപ്പെട്ട ആൾ ഗുർദീപ് സിംഗ് സോണിയുടെ ചിത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. അവർ 2 പേരും ചേർന്ന് ഏകദേശം ഒരു 44 ലക്ഷം ഓഹരികൾ അവരും വിറ്റഴിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ കൈവശമുള്ള ഓഹരിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. പക്ഷേ മറ്റവർ അശോക ഇൻവെസ്റ്റ്മെൻറ്റ്സും അംബാദേവി മൗറീഷ്യസ് ഹോൾഡിങ്ങും പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് വിട്ടുപോവുകയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് ഇത് ഫുള്ളായിട്ടും ഓഫർ ഫോർ സെയിലായിട്ട് മാറിയത്. പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം ഇപ്പോൾ 75.54% ഓഹരികൾ ഉള്ളത് ഇനി ഇഷ്യൂ കഴിയുമ്പോൾ 65.79% ഓഹരികളായിട്ട് മാറുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് ഒന്ന് പരിശോധിക്കാം. റവന്യൂ നോക്കുക, 1060.6 കോടിയാണ് 2019, അതൊന്ന് കുറഞ്ഞു 20 ആയപ്പോൾ 907.2 കോടിയായിരുന്നു. അത് 2021 ആയപ്പോൾ ഒരു അല്പം കൂടി കുറഞ്ഞിട്ടുണ്ട്, 903.1 എന്നുള്ള ലെവലിലേക്ക് കുറഞ്ഞു. 2022 ആയപ്പോഴത്തേക്ക് നല്ലൊരു വർധന അവിടെ രേഖപ്പെടുത്തിയിരിക്കണം, 1227.4 കോടി എന്നുള്ള ലെവലിലേക്ക് റവന്യൂ ഉയർന്നിട്ടുണ്ട്. ഇത് എക്സ്പെൻസ് കോളമാണ്. നെറ്റ് ഇൻകം നോക്കാം, കമ്പനിയുടെ അറ്റാദായം എന്ന് പറയുന്നത് 2019 69.6 കോടിയാണ്. ഇത് 2020 ആയപ്പോൾ 62.6 കോടിയായിട്ട് അതിലൽപ്പം കുറവ് വന്നിട്ടുണ്ട്. 2021 ആയപ്പോഴത്തേക്കും പക്ഷേ വീണ്ടും വർദ്ധിച്ച് 93.1 കോടി എന്നുള്ള ലെവലിലേക്ക് വർദ്ധിച്ചു. പക്ഷേ 2022 ആയപ്പോൾ നോക്കൂ, 166.9 കോടിയിലേക്ക് കമ്പനിയുടെ അറ്റാദായത്തിൽ വൻപനായിട്ടുള്ള ഒരു വർധനവാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി മാർജിൻ പെർസെൻറ്റേജ് നോക്കാം, 6.6 19 20 ആയപ്പോൾ 6.9%, 10.3% 2021 അടുത്ത വർഷമായപ്പോൾ 13.6 എന്നുള്ള ലെവലിലേക്ക് അതിൻ്റെ ശതമാനം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ കമ്പനി നല്ല ഒരു പുരോഗതി രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി കമ്പനിയുടെ ഏറ്റവും പുതിയ വാല്യുവേഷൻസ് നോക്കുകയാണ്. EPS 36.98 എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ PE റേഷ്യോ 14.82, 15.60. അതേപോലെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 24.35% ആണ്. NAV ആണെങ്കിൽ 151.82 പെർ ഷെയർ എന്ന് കാണുന്നുണ്ട്. ഇതിൻ്റെ പിയർ കമ്പനികൾ നമ്മൾ ലിസ്റ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഉണ്ട്, അതുപോലെ ഭാരത് ഫോർജ്, രാമകൃഷ്ണ ഫോർജിങ്, ഇതെല്ലാമാണ് ലിസ്റ്റഡ് പിയർ കമ്പനികളായിട്ട് തിരഞ്ഞപ്പോൾ കണ്ടത്. പക്ഷേ ഇതൊന്നും നേർക്കുനേർ നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന കമ്പനികളാണെന്ന് തോന്നുന്നില്ല. എങ്കിലും ലിസ്റ്റഡ് കമ്പനികളിൽ പിയർ കമ്പനിയായിട്ട് ഇവരെ 3 കമ്പനികളെയാണ് കാണാൻ സാധിച്ചത്. ഇതിൻ്റെ രജിസ്ട്രാർ ഇഷ്യൂവിൻ്റെ ലിങ്ക് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ ആക്സിസ് ക്യാപിറ്റൽ, ഡാം ക്യാപിറ്റൽ, JM ഫിനാൻഷ്യൽ എന്നിങ്ങനെയുള്ള 3 കമ്പനികളെയാണ് കാണുന്നത്.
ഇനി യൂണിപാർട്സ് ഇന്ത്യയുടെ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം. 30-ാം തീയതി മുതൽ ഡിസംബർ 2-ാം തീയതി വരെയാണ്. അതായത് നവംബർ മാസത്തിലെ ഏറ്റവും അവസാനത്തെ IPO ആണിത്. ഈ നവംബർ മാസത്തിലെ 10ാമത്തെ IPO കൂടിയാണിത്. അപ്പോൾ 30-ാം തീയതി മുതൽ 2-ാം തീയതി വരെയാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 548 രൂപ മുതൽ 577 രൂപ വരെയാണ്. എല്ലാം തന്നെ ഓഫർ ഫോർ സെയിലാണ്. ഫ്രഷ് ഓഹരികളൊന്നും തന്നെ ഇല്ല. ടോട്ടൽ 1.44 crores ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് വിൽപ്പനയ്ക്ക് വരുന്നത്. അപ്പോൾ അപ്പർ ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 835.61 കോടി രൂപയാണ് ഇവർ വിപണിയിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്യൂ കഴിയുമ്പോൾ അപ്പർ ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പോസ്റ്റ് ഇഷ്യൂ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വരുന്നത് 32.09% ആയിരിക്കും. പക്ഷേ അതിൻ്റെ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ തുക മാറുന്നില്ല. കാരണം അത്രയും തന്നെ തിരിച്ചു വരുന്നുണ്ട്, ഓഹരികൾ വിറ്റഴിക്കുന്ന അത്രയും തന്നെ. അപ്പോൾ 45.13 കോടി രൂപയാണ് അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിട്ട് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഈ വില വെച്ചിട്ട് ഇഷ്യൂ കഴിയുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 2604.22 കോടി രൂപയ്ക്കുള്ളതായിട്ട് മാറുന്നുണ്ട്. ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ് ഓരോ ഓഹരിക്ക്. ഇനി ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്നത് മാക്സിമം 13 ലോട്ടാണ്. ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 25 ഓഹരികൾ വരും. അങ്ങനെ 13 ലോട്ട് വരെ ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 35% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട് ടോട്ടലിൻ്റെ. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഷെയർ. അപ്പോൾ ഈ കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത കൂടി പറയാം. ഇത് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഒരു പാരമ്പര്യം നോക്കുകയാണെങ്കിൽ 2007 5 ഷെയറിന് 2 ഷെയർ ബോണസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2014 ആയപ്പോഴത്തേക്കും 1:1 ഒരു ഓഹരിക്ക് ഒരു ഓഹരി എന്നുള്ള നിലയിൽ ബോണസായിട്ട് ഫ്രീ ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇഷ്യൂവിന് മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഡിവിഡൻറ്റിൻ്റെ കാര്യത്തിൽ 33% ഡിവിഡൻ്റാണ് 2021 കമ്പനി കൊടുത്തിട്ടുള്ളത്. 2022 92% ഡിവിഡൻറ്റും കൊടുത്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലിയാണ് കമ്പനി എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഇഷ്യൂ കഴിഞ്ഞാലും ഇതുപോലെയുള്ള ആ ഒരു ട്രെൻഡ് കമ്പനി തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റുകളും മറ്റും പരിശോധിക്കുക. അലോട്ട്മെന്റ് ഡിസംബർ 7-ാം തീയതിയാണ് വരുന്നത്. റീഫണ്ട് കിട്ടുന്നത് 8-ാം തീയതിയാണ് കിട്ടാത്തവർക്ക്. പിന്നെ ഓഹരി കിട്ടിയവർക്ക് 9-ാം തീയതി, ഡിസംബർ 9-ാം തീയതിയാണ് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് ഡിസംബർ 12-ാം തീയതിയുമാണ്. ഇനി നമുക്കിത് വാങ്ങണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. അതായത് ഓഫർ ഫോർ സെയിലായിട്ട് 2 പ്രധാന ഇൻവെസ്റ്റേഴ്സ് മുഴുവൻ ഓഹരികളും വിറ്റുപോയി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയ ഭയം ഉള്ളിലുണ്ടാകാം. പക്ഷേ പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സ് അത്ര വലിയ ഒരു തുകയ്ക്കുള്ള ഓഹരികളൊന്നും വിറ്റഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. 44 ലക്ഷം ഓഹരികളാണ് അവർ വിറ്റിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓഹരിയെ നമ്മൾ അത്രയധികം ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇതൊരു നല്ല സെക്ടറിലുള്ള ഒരു കമ്പനിയാണ്. നല്ല സെക്ടറാണെന്ന് മാത്രമല്ല, ഇതിൻ്റെ വാലിഡേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസിങ് 577 എന്നൊക്കെ ഉള്ളത് അത്ര വലിയ ഒരു പ്രൈസിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വരുമാനം നല്ലൊരു ഭാഗം വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മളുടെ കറൻസിയുടെ റേറ്റിൽ വരുന്ന വ്യത്യാസം, ഫ്ലക്ച്വേഷൻസ് ഇതിൻ്റെ ലാഭസാധ്യതയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഉള്ളത്. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു ഓഹരിയാണ് യൂണിപാർട്സ് എന്ന് തന്നെ പറയേണ്ടി വരും. ലിസ്റ്റിങ്ങിന് അത്ര വലിയൊരു ഗെയിനൊന്നും കിട്ടിയില്ലെങ്കിലും ലോസിൽ വരാനുള്ള സാധ്യത കുറവാണ്. ചെറിയൊരു ഗെയിൻ ലിസ്റ്റിംഗ് സമയത്ത് കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. യൂണിപാർട്സ് ഇന്ത്യയുടെ IPO ഡീറ്റെയിൽസ് കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെയാണ് സ്ഥിരം പറയുന്നതാണ്. അതെല്ലാം ഇപ്രാവശ്യവും പറയുന്നു. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ.